ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കപ്പഴം ഉണ്ടെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. കാഴ്ചയിൽ അലുവ പോലെ ഇരിക്കുന്നെങ്കിലും അലുവയേക്കാൾ സോഫ്റ്റ് ആണ് പലഹാരം കഴിക്കാനായിട്ട്. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് 20 ചക്കച്ചുളയാണ് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1/2 കപ്പ് പാല് കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ടും. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് നെയ്യിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. ഗോതമ്പ് പൊടി നല്ലതുപോലെ ഒന്ന് മൂപ്പായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചക്കപ്പൾപ്പ് കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ കിട്ടുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് 1/2 ലിറ്റർ പാലാണ് ആവശ്യമായിട്ട് വരിക. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കട്ടിയാക്കി എടുക്കണം. നല്ലവണ്ണം കട്ടിയായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാരയും ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു മിക്സ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ അളവിൽ നെയ്യ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറഞ്ഞ അളവിലാണ് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പാലും ഈ ഒരു മിക്സും കൂടെ ചേർന്ന് നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ 2 ടീസ്പൂൺ അളവിൽ കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പൊടി നന്നായിട്ട് വെന്ത് ഒന്ന് വരണ്ട് വരുന്ന പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്വാദിനായിട്ട് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ച് ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ വെന്തെന്ന് കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാവെല്ലാം നടുഭാഗത്തേക്കൊന്ന് ഉരുണ്ട് വരുന്ന പാകമായി കഴിഞ്ഞാൽ 2 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പാനിൽ നിന്നും വിട്ട് വരുന്ന പാകത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. അതുപോലൊരു പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നെയ്യ് തടവിയ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒന്ന് മാറ്റി നല്ല പോലെ പ്രസ് ചെയ്ത് തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ടും. 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പലഹാരത്തിന്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ പലഹാരം ഒന്ന് മറിച്ചുകൂടി എടുക്കാം. അങ്ങനെ വായിലിട്ടാൽ അലിയും വിധം നല്ലൊരു ചക്കപ്പഴം പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.